വിഷുവായിട്ട് ശ്രീചക്രപുരം എന്ന് പറയുന്ന ക്ഷേത്രം നമ്മൾ പാറക്കോവിൽ എന്ന് പറയും. പാറക്കോവിലാണ് നമുക്ക് തൊഴുതിട്ട് വരാം. സൈഡിലൊരു ചേട്ടൻ നിന്നങ്ങ് ട്രോളുണ്ടായിരുന്നു ഗൈസ് എൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി കേട്ടോ. തലമുടി മൊത്തത്തിൽ ഉണങ്ങിയില്ലെങ്കിൽ എല്ലാം കൂടെ വാരി വലിച്ചവർ കെട്ടിയിരിക്കണം, കാരണം ഭയങ്കര ചൂട്. പടി പാടാറ് 105 പടി പാടാ. നോക്ക് അങ്ങോട്ട് നോക്കി, ബാക്കി കയറാൻ കിടക്കണതേ ഉള്ളൂ. പടിയുണ്ട് കേസ് കയറി തീർക്കാൻ. താഴോട്ടെല്ലാം കയറി വന്ന പടികളാണ് കേട്ടോ. വലിയ കോവില് വന്നത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? പടി കയറണ്ടേ? വാ. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രമെങ്കിലും ഞാൻ വളരെ കുഞ്ഞിലെ വന്നൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ ക്ഷേത്രത്തിലോട്ട്. കുട്ടിയെ കുട്ടി ഇട്ടിട്ടില്ലേ? അമ്പലം പൊട്ട വെയിലത്ത് കരിയാറായി നിൽക്കുവാണ്. കറങ്ങി തൊഴുതിട്ടൊക്കെ വരാം. അവിടെ ആരെപ്പോഴും വീഡിയോ എടുക്കല്ലോ. നമ്മളെടുക്കുമ്പോൾ എടുക്കരുത്. നമ്മളപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ എടുക്കണം. ചൂടല്ലേ? അങ്ങനെ നമ്മൾ 4 പേര് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയേ. ഇത് സംഭവം ഒരു മുതുക്ക് പാറയുടെ മണ്ടയിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ശ്രീകൃഷ്ണനാണ് അവിടെ പ്രതിഷ്ഠ. അമ്പലത്തിന്റെ പേര് മുതൽ ശ്രീചക്രപുരം എന്നാണ്. പക്ഷെ നമ്മളൊക്കെ കുഞ്ഞിലെ മുതൽ പാറക്കോവിൽ എന്നാണ് പറയണത്. അമ്പലത്തിൽ തൊഴുതിറങ്ങി കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം കേട്ടോ. ഫോട്ടോസ് എടുത്തപ്പോഴേ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ട, പിന്നെ അവരെ എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചേ. പറയാതിരിക്കാൻ ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു പാറയുടെ മണ്ടയിലാണ് ക്ഷേത്രം. പിന്നെ 105 പടികളുണ്ട് കേട്ടോ. മൊത്തം 105 പടികളുണ്ട്. അമ്പലത്തിൽ തൊഴുതിറങ്ങി പാറയുടെ മണ്ടയിൽ വന്നിരുന്നപ്പോ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുവരെ ചൂടെടുത്ത് അവിഞ്ഞായിരുന്നു നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. മേളിയും താഴോട്ട് നോക്കാൻ ഒരു മുതുക്ക് കുഴിയാണ് ഗൈസ് നമ്മൾ കണ്ട ഒരു മുതുക്ക് കുഴിയാണ് അവിടെ കാണുന്നത്. കിടക്കാം, ഇരിക്കാം, ഭയങ്കര സുഖമാണ് ഗൈസ്. മൊത്തം